എനിക്ക് തോന്നുന്നു 32 വർഷത്തെ ചരിത്രത്തിൽ ആദ്യമായിട്ടായിരിക്കും അമ്മയിൽ ഇങ്ങനെ ഒരു സംഭവങ്ങൾ നടന്ന് കണ്ടതും ഇത്തരത്തിൽ എല്ലാ കാര്യങ്ങളും വിശദമായി മെമ്പേഴ്സിനെ അറിയിക്കുകയും ചെയ്തിട്ടുണ്ടാവുക. അതിൽ ഒരുപാട് സന്തോഷമുണ്ട്. ഇത്രയും മെമ്പേഴ്സ് പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുള്ളതും ആദ്യമായിട്ടായിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. എല്ലാവരുടെയും അവരവരുടെ അഭിപ്രായങ്ങൾ കൃത്യമായിട്ട് രേഖപ്പെടുത്തിയ ഒരു കൃത്യതയുള്ള ജനറൽ ബോഡിയായിരുന്നു ഇന്ന് നടന്നത്. ഈ സമിതി കഴിഞ്ഞ ഭരണസമിതി രാജിവെച്ചതിന് എങ്ങനെയാണ് അതിനുള്ള പ്രതികരണം? കഴിഞ്ഞ ഭരണസമിതിക്ക് കഴിഞ്ഞ വർഷം അമ്മ എന്ന സംഘടനയുടെ പ്രസിഡന്റായി ശ്വേതാ മേനോൻ സ്ഥാനമേറ്റ സമയത്ത് അന്ന് ആ ഇലക്ഷൻ കഴിഞ്ഞതിന് ശേഷം എല്ലാ ആൾക്കാരും പറഞ്ഞ ഒരു സിമിലർ ഡയലോഗായിരുന്നു ഇത്. ഇതേ ഡയലോഗ് തന്നെ എല്ലാവരും പറഞ്ഞു. അതായത് ഇതൊരു ചരിത്രപരമായ നേട്ടമാണ്. അമ്മയിൽ ഇത് ആദ്യമാണ് ഒരു വനിതയുടെ കയ്യിലേക്ക് ഭരണം പോകുന്നു, വനിതമാര് ഭരിക്കുന്ന ഒരു സംഘടനയായിട്ട് അമ്മ മാറുന്നു. പേര് പോലെ തന്നെ സ്ത്രീകൾക്ക് മേൽക്കോയ്മയുള്ളൊരു സംഘടനയായിട്ട് മാറാൻ പോവുകയാണ്. ഇനി വലിയ വലിയ മാറ്റങ്ങൾ വരും എന്നാണ് പറഞ്ഞിരുന്നത്. അതിന് മുമ്പ് നടന്ന പ്രശ്നങ്ങളും കോളിളക്കങ്ങളും ഒക്കെ നിങ്ങൾക്ക് അറിയാമായിരിക്കുമല്ലോ. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വരുന്നു, അതുമായിട്ട് ബന്ധപ്പെട്ട ഒരുപാട് ആരോപണങ്ങള്, പ്രത്യാരോപണങ്ങള്, പ്രശ്നങ്ങള്, വിവാദങ്ങള്, അങ്ങനെ മൊത്തത്തിൽ മലയാള സിനിമയ്ക്ക് തന്നെ നാണക്കേടുണ്ടാവുന്ന രീതിയിലുള്ള പ്രശ്നങ്ങളും ഒക്കെ വന്നപ്പോഴാണ് പിന്നെ ഇലക്ഷൻ വരികയും പ്രസിഡന്റായിട്ട് ശ്വേതാ മേനോനെ തെരഞ്ഞെടുക്കുകയും ചെയ്തത്. അത്രയും നാളും പുരുഷ മേൽക്കോയ്മയായിരുന്നു. സ്ത്രീകൾ പരാതി പറഞ്ഞു കഴിഞ്ഞാൽ ആ പരാതിയിന്മേൽ യാതൊരു രീതിയിലുള്ള നടപടികളും എടുക്കുന്നില്ലായിരുന്നു. അങ്ങനെ ഒത്തിരി ആരോപണങ്ങൾ. എന്നാൽ ഇപ്പോ പണമിടപാട് പോലെയുള്ള വലിയ വലിയ ആരോപണങ്ങളാണ് അമ്മയിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. വലിയ വലിയ പ്രശ്നങ്ങളും വിവാദങ്ങളുമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ആ സംഘടനയുമായിട്ട് ബന്ധപ്പെട്ട് ആ സംഘടനയുടെ കീഴിൽ ഒരുപാട് പാവപ്പെട്ട ആൾക്കാർ ജീവിക്കുന്നുണ്ട്. അവർക്ക് പോലും അത് ഈ സംഘടന മൊത്തത്തിൽ പിരിച്ചുവിടേണ്ട ഒരു അവസ്ഥയിലേക്ക്, അത്രയും വലിയ നാണക്കേടിലേക്കാണ് ആ സംഘടന പൊയ്ക്കൊണ്ടിരിക്കുന്നത്. സ്ത്രീകൾ ഭരണം ഏറ്റിട്ടും സ്ത്രീകളല്ല ഭരിക്കുന്നത്, അതിന്റെ പുറകിൽ നിന്ന് പുരുഷന്മാരാണ് ചുക്കാൻ പിടിക്കുന്നത് എന്ന രീതിയിലുള്ള ആരോപണങ്ങളാണ് അൻസിബ ഉന്നയിച്ചത്. അൻസിബ ഇപ്പൊ പറയുന്നുണ്ട്, അൻസിബ ഉന്നയിച്ച ആരോപണങ്ങളൊക്കെ തന്നെ സത്യമായിരുന്നു. അത് മാത്രമല്ല, അവർക്ക് നീതി കിട്ടി. അൻസിബ പറഞ്ഞതിൽ നിന്ന് അൻസിബയ്ക്ക് നീതി കിട്ടി. പക്ഷെ ഇനി ഈ സംഘടന മുന്നോട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ ഇതേ ഒരു പരിപാടി തന്നെയല്ലേ നടക്കാൻ പോകുന്നത്? പ്രത്യേകിച്ച് എന്തെങ്കിലും മാറ്റം ഉണ്ടാകുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? കാരണം ഈ സംഘടനയുടെ തലപ്പത്തിരിക്കുന്നവരെല്ലാം തന്നെ അധികാരമോഹികളാണ്, പണമോഹികളാണ്. പണം മോഹിച്ചിട്ടാണ് മിക്കവരും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്നലെ ഒരു നടി ഈ സംഘടനയുടെ മീറ്റിങ്ങിന് വന്നത് നിങ്ങൾ കണ്ടതായിരിക്കും. പട്ടുസാരിയൊക്കെ ചുറ്റി വലിയ പൊട്ടൊക്കെ തൊട്ട് മാലയൊക്കെ ഇട്ട് ഒരു മീറ്റിങ്ങിന് വരുമ്പോ ഇത്രയും വലിയ ആഡംബരത്തോടു കൂടിയിട്ട് വരേണ്ട ഒരു ആവശ്യമുണ്ടോ? എന്നിട്ട് ഇവരെ പോലെയുള്ള ആൾക്കാർ മാധ്യമങ്ങളോട് സംസാരിക്കുന്ന രീതി, ഞാൻ മരിച്ചു കഴിഞ്ഞാൽ എന്റെ ശവം പോലും ആരും കാണണ്ട, ഇതൊക്കെ എന്തൊരു ഒട്ടും സ്റ്റാൻഡേർഡ് ഇല്ലാത്ത പണ്ട് എത്രയോ 90s ജീവിച്ചിരുന്ന ആൾക്കാർ സംസാരിക്കുന്നത് പോലെ. അതായത് ഞാൻ പറഞ്ഞത് ഒത്തിരി മുൻപിൽ ജീവിച്ചിരുന്ന ആൾക്കാർ, ഒരു വിവരവും വിദ്യാഭ്യാസവും ഒന്നുമില്ലാത്ത ആൾക്കാർ സംസാരിക്കുന്ന രീതിയിൽ ഒരു നിലപാടും ഒരു വ്യക്തതയും ഇല്ലാതെ ഇപ്പൊ പറയുന്നത് പിന്നെ മാറ്റി പറയും. ആ രീതിയിൽ സംസാരിക്കുന്നവരെയൊക്കെ എടുത്ത് ഈ കമ്മിറ്റിയുടെ തലപ്പത്തിരുത്തിയവരെ വേണം ആദ്യം പറയാൻ, അങ്ങനെയുള്ളവരെ വേണം ആദ്യം തല്ലാൻ. ശരിക്കും ഈ സംഘടന ഇനി നല്ല രീതിയിൽ മുന്നോട്ട് പോകണമെന്നുണ്ടെങ്കിൽ പുതിയ തലമുറയിൽപ്പെട്ടിട്ടുള്ള ആൾക്കാർ ഈ സംഘടനയുടെ തലപ്പത്ത് വരണം. അൻസിബ പറഞ്ഞത് വളരെ കറക്റ്റാണ്. അൻസിബ പറയുന്നു, ഇനി ഞാൻ മത്സരിക്കാനില്ല, പുതുതായിട്ടുള്ള ആൾക്കാർ വരട്ടെ. അത് വളരെ സത്യമാണ്. ഈ പ്രായമായിട്ടുള്ള ഇതുപോലെ പണമോഹികളെയും അധികാരമോഹികളെയും ഒക്കെ എടുത്ത് മാറ്റിയിട്ട്, ഇതുപോലുള്ള കുടുംബ സ്ത്രീകളെയൊക്കെ എടുത്ത് മാറ്റിയിട്ട് നല്ല രീതിയിൽ പ്രോഗ്രസീവായിട്ട് ചിന്തിക്കുന്ന പുതിയ യങ് ജനറേഷനിലുള്ള നടന്മാരെയോ അല്ലെന്നുണ്ടെങ്കിൽ നടിമാരെയോ ഒക്കെ ഇതിന്റെ സ്ഥാനത്തേക്ക് കൊണ്ടുവരണം. എങ്കിൽ മാത്രമേ ഇനി പുതിയ രീതിയിലുള്ള മാറ്റങ്ങൾ ഈ ഒരു സംഘടനയിൽ ഉണ്ടാവത്തുള്ളൂ. ഒന്നാമത്തെ കാര്യം, ഈ അമ്മ എന്നുള്ള പേര് തന്നെ മാറ്റണം. ആ പേരാണ് ഏറ്റവും, അതായത് ആ പേരിന് തന്നെ അപമാനം ഉണ്ടാകുന്ന രീതിയിലാണ് ആ സംഘടനയിലുള്ള പ്രവർത്തികൾ. കള്ളപ്പണം, സ്പോൺസർഷിപ്പുമായിട്ട് ബന്ധപ്പെട്ട് തട്ടിപ്പ്, വെട്ടിപ്പ്, എന്തൊക്കെയാണ് നടക്കുന്നത്? കോടിക്കണക്കിന് രൂപയാണ് ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഓരോരുത്തരുടെയും കയ്യിൽ കിട്ടുന്നത്. ഒത്തിരി രൂപ സമ്പാദിക്കാൻ പറ്റും. ഇങ്ങനെ ഒരു സംഘടനയുടെ തലപ്പത്തിരുന്ന് കഴിഞ്ഞാൽ ഒരുപാട് പൈസ, ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് രൂപ സമ്പാദിക്കാൻ പറ്റും. അതറിയാവുന്നവരാണ് പലരും. ഇപ്പം ഈ ആരോപണം വിധേയരായിട്ടുള്ള പല നടന്മാരും ഇതുപോലെ കോടിക്കണക്കിന് രൂപ സമ്പാദിച്ചിട്ടുള്ളവരാണ്. നിങ്ങൾ തന്നെ ഒന്ന് ആലോചിച്ച് നോക്കി. ഒരു സ്പോൺസർഷിപ്പ്, ഈ സ്പോൺസർഷിപ്പ് എന്ന് പറയുമ്പോൾ ഈ സ്പോൺസർമാർ യഥാർത്ഥത്തിൽ കൊടുക്കുന്ന തുക എന്ന് പറയുന്നത് വളരെ കുറവായിരിക്കും. ഇപ്പൊ ഒറ്റ ഒരു ഉദാഹരണം പറയാം. സ്പോൺസർഷിപ്പ് എന്ന് പറഞ്ഞിട്ട് 1 ലക്ഷം രൂപ കൊടുത്തിട്ട്
അല്ലെങ്കിൽ 1 കോടി രൂപ കൊടുത്തു എന്ന് വിചാരിക്കുക. ഒരു സ്പോൺസർ, ഒരു പണക്കാരൻ, ഒരു ബിസിനസ്സുകാരൻ 1 കോടി രൂപ കൊടുത്തു എന്ന് വിചാരിക്കുക. ഈ 1 കോടി രൂപയ്ക്ക് പകരം ഇവർ റെസീറ്റ് വാങ്ങിക്കുന്നത് എത്ര കോടി രൂപയ്ക്കായിരിക്കും എന്നറിയാമോ? 10 20 കോടി രൂപയ്ക്കായിരിക്കും. അപ്പൊ അങ്ങനെ റെസീറ്റ് കൊടുക്കാൻ വേണ്ടിയിട്ട് അതുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന ആൾക്കാർക്ക് 2 3 കോടി രൂപ കൊടുക്കും, അല്ലെങ്കിൽ ലക്ഷക്കണക്കിന് രൂപ കൊടുക്കും. അപ്പൊ ഈ ഒരു പരിപാടി, ഈ ഒരു തട്ടിപ്പും വെട്ടിപ്പും ഇതിന്റെ പിന്നാമ്പുറത്ത് നടക്കുന്നുണ്ട്. അതാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അൻസിബ് വെളിച്ചത്ത് കൊണ്ടുവരാൻ വേണ്ടി ശ്രമിച്ചത്. പക്ഷെ അത് പൂർണ്ണമായിട്ട് വെളിച്ചത്തേക്ക് വന്നില്ല. ഈ സ്പോൺസർഷിപ്പുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള തട്ടിപ്പും വെട്ടിപ്പും പൂർണ്ണമായിട്ട് വന്നില്ല. അത് വരാൻ വേണ്ടിയിട്ട് അതിന്റെ തലപ്പത്തിരിക്കുന്ന ആൾക്കാർ സമ്മതിക്കില്ല. അപ്പൊ ഇനി ഈ ഒരു സംഘടനയിൽ മാറ്റം ഉണ്ടാകണം എന്നുണ്ടെങ്കിൽ ഒരേ ഒരു വഴി, പുതിയ തലമുറയിൽപ്പെട്ടിട്ടുള്ള പ്രോഗ്രസീവായിട്ട് ചിന്തിക്കുന്ന തട്ടിപ്പും വെട്ടിപ്പും ഒന്നും വേണ്ടാത്ത ആൾക്കാരെ അതിന്റെ തലപ്പത്തേക്ക് കൊണ്ടിരുത്തണം. ബാക്കിയുള്ളവരെ എടുത്ത് കളയണം.